ഈ വിത്തറിന്റെ അവസാനത്തെ റക്അത്തുകളിൽ പ്രവാചകൻ ഏത് സൂറത്തുകളാണ് പ്രത്യേകം ഓതിയിട്ടുള്ളത് എന്നാണ്. വിത്തർ നമസ്കാരത്തിൽ ഈ 11 റക്അത്തിലും പ്രത്യേകമായി ചൊല്ലാനുള്ള സൂറത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പ്രവാചകന്റെ നമസ്കാരം ദൈർഘ്യമേറിയ നമസ്കാരമായിരുന്നു. എന്നാൽ അവസാനത്തെ 3 റക്അത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തിരുമേനി കാന യഖറഉ ഫിൽ വിത്രി ബിസബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല വഫി റക്അത്തി الثانിയ ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഫി الثالث ബിഖുൽ ഹുവല്ലാഹു അഹദ്. അഹ്മദ്, അബൂ ദാവൂദ്, ഇബ്നു മാജ. എന്താണ് അതിൽ പറയുന്നത്? നബി തിരുമേനി യഖറഉ ഫിൽ വിത്രി 3 കൊണ്ട് അവസാനിപ്പിക്കുന്ന വിത്രിൽ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅലയാണ് ഓതിയിരുന്നത്. സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅല സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നമുക്കറിയാവുന്നതാണ്. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. 3-ാമത്തെ റക്അത്തിൽ അഥവാ അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് കൊണ്ടാണ് പ്രവാചകൻ നിസ്കാരം അവസാനിപ്പിച്ചത്. ചില റിപ്പോർട്ടുകളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിന് പുറമെ അവസാനത്തെ റക്അത്തിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതി എന്ന് ചില നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ റിപ്പോർട്ടുകളെല്ലാം ദുർബലങ്ങളാണ് എന്നും ആ ഹദീസുകൾ അത്രമാത്രം സ്വീകാര്യയോഗ്യമായ നിലയ്ക്ക് നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞു കാണും. തന്നെയുമല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇമാം യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇങ്ങനെ മുഅവ്വദത്തൈനി അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന് പുറമെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും വിത്റിന്റെ അവസാനത്തെ റക്അത്തിൽ ഓതുന്നതിനെ തുറന്ന് എതിർക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം ആ വിഷയത്തിൽ ഹദീസുകൾ സഹീഹായി വന്നിട്ടില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഈ അഭിപ്രായം നെയ്ലുൽ ഔസാറിൽ ഇമാം ഷൗക്കാനി 3-ാം വാള്യം 35-ാമത്തെ പേജിൽ അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ നമസ്കാരത്തിൽ രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഉറക്കെ ഓതാൻ പറ്റുമോ അതോ പതുക്കെ മാത്രമേ ഓതാകൂ? സുന്നത്ത് നിസ്കാരമാണല്ലോ, നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ഉറക്കെ ഓതാമോ പതുക്കെ ഓതാമോ? ഇതും ഒരു സംശയമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സുഇലത്, അവർ ചോദിക്കപ്പെട്ടു. ആയിഷ ബീവിയോട് ചോദിച്ചു ഒരാൾ വന്നിട്ട്, കൈഫ കാനത് ഖിറാഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബില്ലൈൽ ഫഖാലത് കുല്ലു ദാലിക ഖദ് കാന യഫ്അലു റബ്ബമാ അസറ വറബ്ബമാ ജഹറ റവാഹു അഹ്മദ്, അബൂ ദാവൂദ് വന്നസാഇ ഇബ്നു മാജ. ആയിഷ ബീവി അതിന് കൊടുത്ത മറുപടി, പ്രവാചക തിരുമേനിയുടെ രാത്രിയിലെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു? അഥവാ ഉറക്കെയായിരുന്നോ നബി പാരായണം ചെയ്തത് അതോ പതുക്കെ മാത്രമായിരുന്നോ? ഈ സംശയത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊടുത്ത മറുപടി കുല്ലു ദാലിക ഖദ് കാന യഫ്അലു എന്നായിരുന്നു. എല്ലാം അനുവദനീയമാണ്. ഏത് നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവർത്തിച്ചിട്ടുണ്ട്. റുബ്ബമാ അസറ, വല്ലപ്പോഴും നബി പതുക്കെ ഓതും. വറുബ്ബമാ ജഹറ, എല്ലാ അവസരങ്ങളിലും നബി ഉറക്കെയും ഓതാറുണ്ട്. അതിലൊരു കണിശമായ നിയമമില്ല എന്നർത്ഥം. നമുക്ക് കുറച്ച് ഉറക്കം ഓതിയാലേ കുറച്ചും കൂടി ഒരു നിസ്കാരത്തിൽ ഒരു ഭക്തിയും ഹൃദയ സാന്നിധ്യവും ഒക്കെ കിട്ടുകയുള്ളൂവെങ്കിൽ നമുക്ക് ഉറക്കോതാം. അതല്ല പതുക്കെ ഓതലാണെങ്കിലും അങ്ങനെയും ചെയ്യാം. ആ വിഷയത്തിൽ ഒരു കണിശമായ നിയമം പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ലാത്തത് കൊണ്ട് രണ്ടും അനുവദനീയമാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫത്വ നൽകിയിട്ടുണ്ട്. പ്രവാചകൻ പ്രത്യേകം നിർദ്ദേശിച്ച മറ്റൊരു കാര്യം, രാത്രിയിലെ അവസാന നിസ്കാരം ഒറ്റയാക്കാൻ വേണ്ടി നബി പ്രേരിപ്പിച്ചു. രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരങ്ങൾ അവസാനം വിത്തറായിരിക്കണം, ഒറ്റ റക്അത്ത് കൊണ്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത് എന്ന നിർദ്ദേശം ഒരു സുന്നത്ത് എന്ന നിലയ്ക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇജഅലു ആഖിറ സലാത്തിക്കും ബില്ലൈലി വിത്ര റവാഹുൽ ബുഖാരി വ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇജഅലു ആഖിറ സലാത്തിക്കും, നിങ്ങളുടെ നിസ്കാരത്തിന്റെ അവസാനം നിങ്ങളാക്കി തീർക്കുക, ബില്ലൈലി രാത്രിയിൽ വിത്ര ഒറ്റയായി നിർവഹിക്കുക. അപ്പോൾ അവസാനം നിസ്കാരങ്ങളുടെ ഏറ്റവും അവസാനം അത് ഒറ്റയിൽ അവസാനിപ്പിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേക നിർദ്ദേശമുള്ളത്. സ്ഥിരമായി ചെയ്തു വരുന്ന ആളുകൾക്ക്, അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുള്ള മറ്റൊരു വിഷയമാണ്. സ്ഥിരമായി ഇത് നിർവഹിച്ചു വരുന്ന ആളുകൾ, അവർക്കൊരു ദിവസം ഉറക്കത്തിൽപ്പെട്ടു ഒരു നിർവഹിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറവി ബാധിച്ചു, ഈ നമസ്കാരം അതിന്റെ ശേഷം പിന്നീട് അത് നിർവഹിക്കാമോ? അതായത് സുബഹി ആയിട്ടാണ് അപ്പോഴ ബാങ്ക് കേട്ടിട്ട് അറിഞ്ഞത്, സുബഹിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കണമെന്ന് നിയമമുണ്ട്. ഇത് കൃത്യമായി നിർവഹിച്ചു വരുന്ന ഒരാളുമാണ്. അയാൾക്കത് വീണ്ടെടുക്കാമോ? സുബഹിക്ക് ശേഷമോ പകൽ സമയത്ത് എപ്പോഴെങ്കിലും
ഈ നമസ്കാരം നിർവഹിക്കാമോ? പണ്ഡിത ലോകത്ത് വിശദമായ ചർച്ച നടന്നിട്ടുള്ളൊരു വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചക തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ നാമ അൻ ഹിസ്ബിഹി മിനൽ ലൈലി ഔ അൻ ശൈഇൻ മിൻഹു ഫഖറഅഹു മാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ദുഹ്രി കുതിബ ലഹു കഅന്നമാ ഖറഅഹു മിനൽ ലൈൽ റവാഹു മുസ്ലിം വത്തിർമിദി വന്നസായി വഅബൂ ദാവൂദ്. പ്രവാചകൻ പറഞ്ഞു, മൻ നാമ, ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ, അൻ ഹിസ്ബിഹി മിനൽ ലൈൽ, അവൻ രാത്രിയിൽ പതിവായി നിർവഹിച്ചു വരുന്ന ഒരു കാര്യത്തിൽ നിന്ന്, ഔ അൻ ശൈഇൻ മിൻഹു, അല്ലെങ്കിൽ അവൻ നിർവഹിച്ചു വരുന്ന അല്പത്തിൽ നിന്നൊരാൾ ഉറങ്ങിപ്പോയാൽ, ഫഖറഅഹു മാ ബൈന സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ ദുഹ്രി, അതുപോലെ അവൻ അതിന്റെ പ്രതിഫലം എഴുതപ്പെടും എന്ന്. അപ്പോ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ, മനഃപൂർവ്വത്തിന്റെ കാര്യമല്ല പറയുന്നത്, ഒരാളിത് കൃത്യമായി നിർവഹിച്ചു വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടെങ്കിൽ അയാൾക്കിത് വീണ്ടെടുക്കാവുന്നതാണ്. പക്ഷേ ഇത് എപ്പോഴാണ്, ഏത് സമയത്ത് മാത്രമേ ഇത് വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന വിഷയത്തിൽ 8ഓളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഏത് സമയത്താണ് ഈ നമസ്കാരം വീണ്ടെടുക്കൽ അനുവദനീയമായത് എന്നതിനെ സംബന്ധിച്ച് നൈലുൽ ഔതാറിന്റെ മുസന്നിഫ് 48-ാം പേജിൽ, 3-ാം വാള്യം 48-ാം പേജിൽ അദ്ദേഹം 8ഓളം അഭിപ്രായങ്ങൾ പറയുന്നു. അതിൽ 1-ാമത്തെ അഭിപ്രായം, സുബഹി ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവനത് നിർവഹിക്കാമെന്നാണ്. സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് അവനത് വീണ്ടെടുക്കാവുന്നതാണ്. 2-ാമത്തെ അഭിപ്രായം, അവന് സൂര്യോദയം നടക്കുന്നതിന്റെ മുമ്പ്, സുബഹിസ്കാരം കഴിഞ്ഞാലും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പാണെങ്കിൽ അത് നിർവഹിക്കാവുന്നതാണ് എന്ന അഭിപ്രായം. 3-ാമത്തെ അഭിപ്രായം, സുബഹിക്ക് ശേഷം അത് നിർവഹിക്കാം, സൂര്യൻ ഉദിച്ചതിന്റെ ശേഷവും നിർവഹിക്കാം, ഉച്ചവരെയും അത് തുടരാവുന്നതാണ്, സവാലി വരെ, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റുന്നത് വരെയും അതിന് സമയമുണ്ട്. ഇതാണ് 3-ാമത്തെ അഭിപ്രായം. 4-ാമത്തെ അഭിപ്രായം, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ കാര്യം അവൻ നിർവഹിക്കപ്പെടാൻ പാടില്ല. 5-ാമത്തെ അഭിപ്രായം, ഇത് പകല് നിർവഹിക്കാൻ തന്നെ പാടില്ല, കാരണം ഇത് രാത്രിക്കലത്തെ നിസ്കാരമാണ്, അതുകൊണ്ട് ഇത് പകല് നിർവഹിക്കാനേ പാടില്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളും. 6-ാമത്തെ അഭിപ്രായം, ഒരാള് സുബഹി നിസ്കാരം നിർവഹിച്ചു, എന്നാൽ അവന് പകലാണ് ഇത് ഓർമ്മ വന്നതെങ്കിൽ അവൻ ആ സമയത്ത് അത് നിർവഹിക്കാം. ഇതൊക്കെ ഏതാണ്ട് സാമീപ്യമുള്ള, പരസ്പരം സാദൃശ്യമുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ്. 7-ാമത്തെ അഭിപ്രായം, രാത്രിയോ പകലോ എപ്പോഴാണെങ്കിൽ ഓർമ്മ വരുമ്പോൾ അവനത് നിർവഹിക്കാവുന്നതാണ്. വഹുവല്ലദീ അലൈഹി ഫത്വ ശാഫിഇയ്യ, ശാഫിഇയ്യാക്കൾ ഫത്വ നൽകിയിട്ടുള്ളത് ഈ അഭിപ്രായത്തിലാകുന്നു എന്ന് ഇമാം ഷൗക്കാനി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 8-ാമത്തെ അഭിപ്രായം, ഒരാള് അത്തഫ്രീഖത്തു ബൈന അൻ യത്റുകഹു ലിനൗമിൻ ഔ നിസ്യാനിൻ വബൈന അൻ യത്റുകഹു അംദൻ, ഉറങ്ങിയിട്ടോ അല്ലെങ്കിൽ മറന്നിട്ടോ ആണെങ്കിൽ നിർവഹിക്കാം, മനഃപൂർവ്വമാണ് ഒരാൾ ഒഴിവാക്കിയതെങ്കിൽ അവന് വീണ്ടെടുക്കാൻ പറ്റില്ല എന്നാണ് 8-ാമത്തെ അഭിപ്രായം. അത് തന്നെയും ഇദാ ഇസ്തൈഖള ഔ ഇദാ ദകറ ഫീ അയ്യി വഖ്തിൻ കാന ലൈലൻ ഔ നഹാറൻ, അത് രാത്രിയോ പകലോ എന്ന് വ്യത്യാസമില്ല, എപ്പോഴാണ് ഉണർന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോഴാണ് അത് നിർവഹിക്കേണ്ടത്, അതിനൊരു സമയമില്ല എന്നാണ് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. അദ്ദേഹം അതിന് പറഞ്ഞ തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ നാമ അൻ സലാത്തിഹി ഔ നസിയഹാ ഫൽയുസല്ലിഹാ ഇദാ ദകറഹാ. മൻ നാമ, ആരെങ്കിലും ഉറങ്ങിപ്പോയാൽ, അൻ സലാത്തിഹി, അവൻ നിർവഹിക്കപ്പെടേണ്ടുന്ന നമസ്കാരത്തെയും വിട്ട് ഒരാൾ ഉറങ്ങിപ്പോയാൽ, ഔ നസിയഹാ, അല്ലെങ്കിൽ ഒരാൾ മറന്നാൽ, ഫൽയുസല്ലിഹാ ഇദാ ദകറഹാ, ഓർമ്മ വരുമ്പോൾ അവനത് നിർവഹിക്കട്ടെ എന്ന് പ്രവാചകന്റെ ഹദീസുണ്ട്. അത് സഹിഹായ ഹദീസാണ്, ആർക്കും സംശയമല്ല. ഇദ്ദേഹം പറയുന്നത് ആ ഹദീസ് മൊത്തത്തിലാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്, അതിൽ ഫർള് നിസ്കാരമോ സുന്നത്തിനോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫർള് നിസ്കാരമാകുമ്പോൾ അത് നിർവഹിക്കൽ ഫർളാകും, സുന്നത്ത് നിസ്കാരമാകുമ്പോൾ അത് ഓർമ്മ വരുമ്പോൾ നിർവഹിക്കുന്നത് ഒരു സുന്നത്തേ ആവുകയുള്ളൂ. ഏതായാലും അങ്ങനെ വീണ്ടെടുക്കാവുന്നതാണ് എന്ന അഭിപ്രായമാണ് ഇമാം ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളത്. ഇങ്ങനെ 8 അഭിപ്രായങ്ങൾ. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെപ്പാടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് നിർവഹിക്കാവുന്ന, വീണ്ടെടുക്കാവുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ്. അതിൽ തന്നെ ഏറ്റവും തെളിവിനുമായി കൂടുതൽ യോജിക്കുന്നത് സുബഹിയുടെയും ളുഹറിന്റെയും ഇടയ്ക്കുള്ള സമയമാണ്. കാരണം ആ നിലക്കൊരു ഹദീസിൽ നേരത്തെ കേട്ട് കഴിഞ്ഞു, ആരെങ്കിലും അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അവനത് രാത്രി നിർവഹിച്ച പോലെ തന്നെയുണ്ട് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ.
അപ്പൊ ഇങ്ങനെ ഒരാൾ ഉറങ്ങിപ്പോവുക അല്ലെങ്കിൽ മറന്നുപോവുകയോ ചെയ്താൽ വിത്റും സുബഹിന്റെയും ളുഹറിന്റെയും ഇടക്കായിട്ടത് നിർവഹിക്കപ്പെടാവുന്നു എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.